പുതിയൊരു ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും അമ്പൂട്ടനെ ഇപ്പൊ വിളിക്കാൻ പറ്റത്തില്ല. അതെ, ഇന്ന് അമ്പൂട്ടൻ ഇപ്പം വിളിക്കാൻ പറ്റത്തില്ല, കാരണം ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ അളമ്പാവും. സോ നമ്മൾ എത്ര നാളായി ഇങ്ങനെയൊക്കെ ഇരുന്ന ഒരു ചലഞ്ച് ചെയ്തിട്ട്? കുറെ നാളുകൾക്ക് ശേഷം ഗൈസ്. സോ ഇന്നത്തെ വളരെ ഏകാഗ്രതയൊക്കെ ഉള്ള ഒരു ചലഞ്ചുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ക്ലേ ചലഞ്ച് ചെയ്തില്ല. എനിക്ക് ഇങ്ങനത്തെ ചലഞ്ചിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ല, എനിക്ക് അറിയാത്ത ഒരു മേഖലയാണ്. സോ അന്ന് ക്ലേ ഉണ്ടാക്കിയപ്പോഴും മൃദുലായിരുന്നു ജയിച്ചത്. സോ ഇങ്ങനെയുള്ള പരിപാടികൾ ഗേൾസിനായിരിക്കും കുറച്ചും കൂടി അടിപൊളി. സോ നിങ്ങൾ റെക്കമെൻഡ് ചെയ്ത ഒരു ചലഞ്ചാണ് സുഹൃത്തുക്കളെ ഇത് കണ്ടോ? ഇതിനകത്ത് മൊത്തം എന്താണ്, ഓരോരോ മുത്തുകളും ബീഡ്സോ. എനിക്ക് ബീൻസ് മാത്രമേ അറിയൂ, തിന്നുന്ന ബീഡ്സ് അറിയത്തില്ല. അതെ, ഇതിനകത്ത് ഓരോ ലെറ്റർ കൊണ്ട് കേട്ടോ, പല ടൈപ്പിലുള്ള. ഇതാണ്ടേ, ഇതാണ്ടോ, ഇത് കെ ലെറ്റർ ആണ്. ഇതേ കണക്ക് നമുക്ക് ആരുടെയും മാളു, അമ്മു, ജ്യോതിക, മാളു, അമ്മു, ജ്യോതിക, ചുമ്മാ ഒരു പേര് പറഞ്ഞ, പെൺകുട്ടികളുടെ പേര് പറഞ്ഞ, അമ്പു, അമ്പു, അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ അതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേസ്ലെറ്റ്സ്, മാല, ചെയിൻ, എന്ത് വേണേലും ഉണ്ടാക്കാം. സോ ഇന്ന് നമ്മുടെ കഴിവ് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഇന്നത്തെ ചലഞ്ച്. സോ ഇന്ന് നമ്മള് മൊത്തം നമ്മുടെ ബ്രേസ്ലെറ്റ്സ് ഉണ്ടാക്കേണ്ടത് 4 എണ്ണം മൊത്തം. നീ 2 എണ്ണം, ഞാൻ 2 എണ്ണം, അങ്ങനല്ലേ? അല്ല, ഞാൻ 4 അങ്ങനാണോ? അപ്പൊ നീ 4, ഞാൻ 4, മൊത്തം 8 ബ്രേസ്ലെറ്റ്സ് ഉണ്ടാക്കണം. ഇതിനകത്ത് തന്നെ കൊളുത്ത് വരുന്നുണ്ട്. ഈ പാക്കറ്റിന്റെ കൂടെ തന്നെ നമുക്ക് അത് കോർക്കാനുള്ള കങ്കൂസും വരുന്നുണ്ട്, ഒരു ചെറിയ കത്രികയും വരുന്നുണ്ട്. ഇത് ഭയങ്കര രസമാട്ടോ കാണാൻ, കളർഫുൾ ആട്ടോ. ഇതിന്റെ മുത്തൊക്കെ നോക്കണേ, കളർഫുൾ മുത്തുകളൊക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷൻ കേട്ടോ. ക്ലേക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു, കാരണം എന്തെങ്കിലുമൊക്കെ വെച്ച് കൈ വെച്ച് ഉരുട്ടി ഉണ്ടാക്കിയാൽ മതി. പക്ഷെ ഇത് അതുപോലല്ല, കോർക്ക് എങ്ങനെ കെട്ടും, എങ്ങനെ, ഭയങ്കര ഒരു ടെൻഷൻ. പണ്ട് ഈ കമ്മലൊക്കെ പോകുമ്പോൾ ഓരോ മുത്തൊക്കെ ഇളകി പോകുമ്പോൾ സൂപ്പർ ഗ്ലോ ഒട്ടിക്കുക, അങ്ങനെയൊക്കെ ഓരോ കിസ്മത്ത് പണികൾ ചെയ്യുന്നല്ലാതെ നമ്മൾ ഇങ്ങനത്തെ സാധനം കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എത്ര രൂപയ്ക്കായിരിക്കും വാങ്ങുന്ന? 50 രൂപ, 60 രൂപ. ഇപ്പൊ അതിലും കൂടും. ഇത്രയും സാധനം കൂടി ഏതാണ്ട് 300 രൂപ ഉണ്ടായതേ ഉള്ളൂ. 300 ആയി. 300 രൂപയില്ലേ? 300 രൂപയ്ക്ക് ഇതിന്റെ കൂടെ ഒരു കത്രികയുണ്ട്, 2 സെറ്റ് കങ്കൂസ് ഉണ്ട്. ഇത്രയും സാധനം നിന്നാ പോലെ. ഒരു ഇതില്ലാത്ത 300 ഞാൻ അറിഞ്ഞില്ല. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം, തുടങ്ങാം. അപ്പൊ ഗായ്സ്, നമ്മുടെ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇതില് ടൈം നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തിൽ ടൈമും കാര്യങ്ങളൊന്നും വെക്കണില്ല. കാരണം ഇത് സമയം എടുക്കുന്ന പരിപാടിയാണ്. നമ്മൾ സമയം വെച്ച് കഴിഞ്ഞ് വെപ്രാളപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ മാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ വേറെ രീതിയിലൊക്കെ ആയിപ്പോകും. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യണം. ഇനി നമ്മൾ ക്ലേ ചലഞ്ച് ആയിട്ട് വരുന്നുണ്ട്, അതിൽ നമ്മൾ ടൈമർ വെക്കും കേട്ടോ. അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇനി ടൈമർ വെച്ചിട്ട് കുറച്ചും കൂടി ഇപ്പൊ നമ്മള് ബിഗിനറാണ്. ഇനി നമ്മൾ അമച്ചറിലോട്ട് പോകും. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ, നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? അപ്പൊ നമുക്ക് ആ ഒരു രീതിയിൽ. സോ ഗൈസ്, ഇതിനകത്ത് കുറെ സാധനങ്ങളുണ്ട്. ഇതൊക്കെ നോക്കി, ഇതൊക്കെ എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇത് ചുട്ടിയാണോ? ഇത് കണ്ടോ ഗൈസ്, മാനാണ്, പൂവ്, ഇങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ട്. ഇത് എങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മളെ ഉള്ളിലോട്ട് കിടക്കുന്ന ഡിസൈനറിനെ നമ്മളിതൊരു ബിസിനസ് വേ ആണ്. ചിലപ്പോ നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോ ഇത് ഭയങ്കര സൂപ്പർ ആണെങ്കിൽ നീ എന്താണ് ഇങ്ങനെയൊക്കെ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ കൊറിയർ വഴി അയച്ചു തരാം. അറ്റം പോവാതെടാ, ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യടാ. പറഞ്ഞാൽ നമുക്ക് നേരെ ചലഞ്ചിലോട്ട് പോയി. ഇതിൽ ബെസ്റ്റ് ഏതാണെന്ന് അമ്മയായിരിക്കും ഇതിന്റെ ജഡ്ജസ്, നിങ്ങളായിരിക്കും ജഡ്ജസ്, പിന്നെ അമ്മയും. അപ്പം പിന്നെ നിങ്ങളെ റിസൾട്ട് നിങ്ങൾ കമന്റിൽ ഇടുക. നമ്മൾ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇതിൽ ഞാനും മൃദുലയും ആരാണ് ഉണ്ടാക്കിയതെന്ന് പറയാതില്ല. ഇത് നിരത്തി വെച്ചതിന് ശേഷം അമ്മയെ കൊണ്ട് നമ്മൾ ഓരോ ബ്രേസ്ലെറ്റ്സിലും ഏതാണ് സൂപ്പർ എന്നുള്ള സെലക്ട് ചെയ്യും. അതേപോലെ മാലയിലും. പിന്നെ നമ്മുടെ യുണീക്ക് ഐഡിയയിൽ നമുക്ക് 2 എണ്ണം കൂടി ക്രിയേറ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? സോ അപ്പം ചലഞ്ചിലോട്ട് പോവാം. Let's go. Guys, അപ്പോ ആരംഭിക്കണം. നമ്മൾ നൂത്തിട്ടുണ്ട്. ഇത് വലിയ കേട്ടോ, സാധാരണയല്ല. അപ്പൊ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കറക്റ്റ്. അപ്പൊ മാല ഇതിൽ തന്നെ ഉണ്ടാക്കണ്ടേ? അപ്പൊ ഞാൻ ഫസ്റ്റ് ബ്രേസ്ലെറ്റ്സ് ഉണ്ടാക്കാൻ പ്ലസ് പോവാണ്. അപ്പൊ ഒന്നുകൂടെ പറയാം, ഒരാൾ ഉണ്ടാക്കേണ്ടത് 4 ബ്രേസ്ലെറ്റ്, ഒരു മാല, പിന്നെ എന്തെങ്കിലും അവരുടെ ക്രിയേറ്റിവിറ്റി വെച്ച് എന്തെങ്കിലും ഒരു യൂണീക്ക് ഐറ്റം. ഞാൻ ഗൈസ് എ സെലക്ട് ചെയ്യുക. ഒരു മോഡൽ കിട്ടിയെങ്കിൽ നമുക്ക് അത് നോക്കി ഉണ്ടാക്കാറുന്നല്ലേ? നമ്മൾ ക്ലേ ചെയ്ത പോലെ ഒരു മോഡൽ എടുത്താ, കാരണം ഇപ്പൊ ഒരു ഐഡിയ ഇല്ല എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന്, എന്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്നൊരു ഐഡിയ തോന്നുന്നില്ല. നീ അവിടെ ഇരുന്നു സ്റ്റക്ക് ആയിട്ട്. തുടങ്ങിയോ?
നമ്മൾ കോർത്തു തുടങ്ങി ഗൈസ്. മിന്നിക്കടേ ഈ ലെറ്റർ ഇതിനകത്ത് തിരിഞ്ഞു പോകുന്ന എനിക്ക് ഡൗട്ട്. കുറച്ചെടുത്ത് തറയിലിട്ടിട്ടാലോ? അങ്ങനെ ഇട്ടാ ഉരുണ്ടു പോവല്ലേ? ഇതൊക്കെ എന്തിനാ ഏട്ടാ? ഇതൊക്കെ നോക്കി ഏട്ടാ, ഇതൊക്കെ എന്തിനാ സാധനം? കുറെ അറിയാത്ത സാധനങ്ങൾ കേട്ടോ ഗൈസ്. അയ്യോ ഇതൊക്കെ എന്ത്, എനിക്കിതൊന്നും അറിയത്തില്ല. എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല. ഈ ഡബിൾ തിരിച്ചിട്ട എം ആവൂലേ. ഇടയ്ക്ക് നമ്മൾ ഗൈസ് ഡെക്കറേഷൻ പോലെ ആയിരിക്കും ചെയ്യുന്നത്. ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കും കേട്ടോ ഇതിന്ന്. എങ്ങനെ? ഞാൻ ഗൈസ് ടോയിൻ കട്ട്, ഇത്രയും ടോയിൻ പോരല്ലോ, കൈ ചെറിയ കൈ. അതൊന്നും എനിക്കറിയത്തില്ല, എന്റെ അടുത്ത് ചോദിക്കരുത്. അയ്യോ ഞാൻ കട്ട് ചെയ്തത് ചെറുതായി പോയി, ടോയിൻ വേസ്റ്റ്. ഡേ ഞാൻ പറഞ്ഞു വേസ്റ്റ് ആകല്ല അനാവശ്യമായിട്ട്. തറയിൽ ഒന്നും പോലും പോകല്ലേ, കാരണം കമ്പനിക്ക് ടോയിൻ നഷ്ടോടെ. ഞാൻ എന്തും ഉണ്ടാക്കുന്നത് എനിക്ക് അത്ര ചുമ്മാ ഓരോ മുത്തുകൾ പറഞ്ഞ് കൊടുക്കുക. എടാ ഇത് സംഭവം അങ്ങനെ ഉള്ളു, നമ്മളിത് ഭയങ്കര സംഭവം ഒന്നും വിചാരിക്കരുത്. ഇത് കുഞ്ഞു കുട്ടികൾക്ക് വരെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. എന്തും എത്രയായാലും നമ്മൾ ഇതുപോലെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി നമ്മളത് ഇട്ടുകൊണ്ട് നോക്കി നടക്കുമ്പോഴേ നമ്മൾ തന്നെ അന്ന് ആ ക്ലേയുടെ സാധനം ഉണ്ടാക്കിയിട്ട് അതിന്റെ മോളി വെച്ചപ്പം അതൊരു വേറൊരു പ്രത്യേക ഫീലാണ്. നമ്മൾ ഇട്ടുകൊണ്ട് നടക്കുമല്ലേ. അതെ 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 അതെ. ഇത് നമ്മളൊരു ബിസിനസ് ആക്കിയിട്ട് ഓൺലൈൻ സെല് ചെയ്ത് ആ പ്രോഫിറ്റിലൂടെ നമ്മൾ ലംബോർഗിനിയൊക്കെ വാങ്ങുന്ന കാര്യം ആലോചിച്ചു. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? ലംബോർഗിനി മതിയോ? റേഞ്ച് റോവർ ആയാലോ? അമ്പുക്കുട്ട അവിടെ മുട്ട അളുമ്പ് പാവ അമ്മ എടുത്തിട്ട് അടിയ മുത്തു കോർത്തു. യെസ്, ഇത്രേ ഉള്ളു സംഭവം. കണ്ടോ, ഇങ്ങനെ ഒന്ന് കിടക്കണം. അതായത് നമ്മൾ വേസ്റ്റേജ് വരുന്ന സാധനം നമ്മൾ കട്ട് ചെയ്ത് കളയണം. എന്താണ്? ഓടി യു ആർ ടാലന്റഡ്. അത് ക്യാമറയിലോട്ട് കാണിക്കൂ. എന്റെ മനസ്സിൽ ചെറിയൊരു ഐഡിയ ഉണ്ട്. സത്യത്തിൽ ഐഡിയ വേണം കേട്ടോ, ഐഡിയ വേണം. നമ്മളത് ഇച്ചിരി പാതിയായിട്ട് വരാൻ കഴിയും. ഞാൻ എന്റെ ആദ്യത്തെ ബ്രേസ്ലെറ്റിന്റെ വർക്ക് ഇച്ചിരി പാതി ആവട്ടെ, എന്നിട്ട് വരാം. 2 hours later. ഏട്ടാ ഞാൻ സെറ്റ് ചെയ്തേ, പക്ഷെ ഈ സെന്റർ എങ്ങനെ ഒന്ന് സെറ്റ് ആക്കുമെന്ന്. ഇത് സൂപ്പർ ആയിട്ട് ചെയ്യണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കൊണ്ടുവരാ, അതുപോലെ ചെയ്യാം, നല്ല രീതിയിൽ ചെയ്യാം. ഞാൻ വിൽക്കും കേട്ടോ, ഞാൻ 500 രൂപയ്ക്കൊക്കെ നിരത്തി ഇട്ടേക്ക് കേട്ടോ. സ്റ്റാർ ഉണ്ട്. എന്താ സംഭവം അറിയോ? ഇതിന്റെ മേളിൽ ഒരു കൊളുത്ത് വേണം. അതില്ലാത്ത കൊണ്ട് പാടുപെടുന്നു. അമ്പുക്കുട്ടിയാണെങ്കിൽ അവിടെ ഇരിപ്പുണ്ട്. അമ്മയും എവൻ ഇവിടെ വന്ന് കേറി വരവിയാ കൊള്ളാന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട്, പക്ഷെ സമ്മതിച്ചിട്ടില്ല. ഇവിടെ കേറി എല്ലായിടത്തും വായി വെക്കി. ഞാനാണെങ്കിൽ അമ്പുവിന്റെ ഒരു പേര്, ബീച്ച് വൈബാണ്. അമ്പുവിന്റെ ഒരു പേര് എഴുതാനാണ് ഞാൻ ഇതേ ഫോമില് AMBU. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബി കുറച്ച് ലെറ്ററേ ഉള്ളതുകൊണ്ട് കറക്റ്റ് ഫുൾ ആവുമെന്ന് എനിക്കൊരു ഡൗട്ട്. അല്ലെങ്കിൽ തിരക്കഞ്ഞില്ലെങ്കിൽ അമ്പു പ്രവീണെന്നോ അല്ലെങ്കിൽ അമ്പു ലവിന്റെ ഉണ്ടോ? ലവിന്റെ കൊണ്ടുണ്ടോ ഇടയ്ക്ക് അമ്പൂട്ടൻ എഴുതാം. സോ അതിന്റെ ഒരു ഐഡിയ എങ്ങനെ ഉണ്ട്? പ്രശംസിക്കൂ, ഞാൻ അങ്ങോട്ട് പ്രശംസിച്ച പോലെ. അടിപൊളിയായിരിക്കും. ഇത് നല്ല സമയം എടുക്കുന്ന പരിപാടിയാണ്, നല്ല ക്ഷമ വേണം. സോ നമ്മുടെ ആദ്യത്തെ ബ്രേസ്ലെറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാൻ കേട്ടോ, അല്ലേ പറഞ്ഞില്ലേ? ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടേ കാണിക്കുന്നുള്ളൂ. അതെ, നമ്മൾ കണ്ട് എവിടെ നോക്കുന്നില്ല കേട്ടോ. അതെ, നമ്മളെ ഒരു റെഫറൻസും ഇല്ല, നമ്മുടേതായിട്ടുള്ള ഐഡിയ ചെയ്യുക, വേറെ ഒന്നുമില്ല. ഇവിടെ വാശിയേറിയ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ ആദ്യത്തെ ഞാൻ അമ്പൂട്ടന് വേണ്ടിയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ്. അത് ലെറ്റർ ഉണ്ട്, അമ്പൂന്ന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ലുക്ക് അറ്റ് ദാറ്റ്. എങ്ങനെയുണ്ട് വെറുതെ കളർഫുൾ ആയിട്ട് ബീച്ച് വൈബാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ ഞാനും ഉണ്ടാക്കി ഗൈസ്. പറ. അടിപൊളി അടിപൊളി. കട്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. സെറ്റ് കേട്ടോ. സ്റ്റാർ കറക്റ്റ് സെന്ററിൽ സ്റ്റാർ ഒക്കെ വെച്ച്. കൊള്ളാം. ഞാൻ ഇത് ചെറിയ സൈസ് ആട്ടോ, അമ്പൂട്ടന്റെ കൈക്ക് പാകാവുന്ന ടൈപ്പ്. ലുക്ക് അറ്റ് ദാറ്റ് അമ്പു. ഇത് എങ്ങനെയുണ്ട്? നമ്മുടെ ഇത് കട്ട് ചെയ്തില്ല കേട്ടോ, അവന് കറക്റ്റ് ആവില്ലേ നോക്കിയിട്ട് അളവ് നോക്കിയിട്ട് കെട്ടിയിട്ട് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അടുത്ത മൃദുലയുടെ ഒരു ഗേൾസ് ടൈപ്പ്. ഇപ്പൊ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനകത്ത് മാച്ച് ആവുന്ന ടൈപ്പ്. പൊട്ടുവോ? ഒരു ശകലം കൂടി നിങ്ങളെ വെച്ചുകൂടായിരുന്നു. ഓ കറക്റ്റ്. ഓ എടി സെറ്റ് കേട്ടോ ഗായ്സ്. ഗായ്സ് ഇത് സെറ്റ്. അത് നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കൂടെ കറക്റ്റ് മാച്ച്. ഇത് കറക്റ്റ് ഇപ്പൊ ലുലു മോളിലാണെങ്കിൽ ഇതൊരു 80 രൂപയ്ക്ക് വിൽക്കാം സുഖമായിട്ട്. കാരണം അത്ര ഒരു പ്രീമിയം ലുക്ക് ഉണ്ട് മുത്തിനും ആ സ്റ്റാറിനും ഒക്കെ ആയിട്ട്. തിളക്കമുണ്ട്. ഇത് 80 രൂപയ്ക്ക്. ഇത് നമ്മുടെ ബീച്ച് സൈഡില് ഒരു 50 രൂപയ്ക്ക് കിട്ടും. പക്ഷെ ഇത് കറക്റ്റ് ഇടണം. ഞാൻ അമ്പൂന്റെ കൈക്കൊന്ന് ഇടട്ടെ. കെട്ടിത്താ. ഓ ഞാൻ അമ്പൂന് വേണ്ടിയിട്ടുള്ള സാധനത്തെ കറക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. രസോട്ടില്ലേ? ക്യൂട്ടില്ലേ? കൈ കിടന്നാ മതി.
അച്ഛൻ എന്തോ കൊണ്ടുവന്ന് നോക്കിയേ അമ്പുക്കുട്ടിക്ക് അമ്പുട്ടി വലത്തെ കയ്യിലിരുന്നോ ഇടത്തെ കയ്യിൽ? മൃദുല കയ്യിലിട്ട് കേട്ടോ, ഇനിയിപ്പോഴൊന്നും ദൂരൂല. കൈ തന്നെ കേറൂടെ. കേറും കേറും കേറും, ഇത് പൊട്ടൂല, കേറും, ഡാം ഷുവർ കേറും. കുറച്ചുകൂടെ വലുതായാലും കുഴപ്പമില്ല. എന്തോ ശരി, കങ്കൂസ് ഇല്ല, കുഴപ്പമില്ല. ഇപ്പം തന്നെ പൊട്ടിച്ച് കളയും കേട്ടോ ഈ അമ്പു. കയ്യിന് തിരിയോടി തിരിഞ്ഞ് വിട്ടെ വിട്ടെ വിട്ടെ. ഇച്ചിരി ഒന്ന് വലുതാക്കായിരുന്നു. 2 മുത്തും കൂടെ വലുതാക്കായിരുന്നു. പക്ഷെ വലുതാക്കിയപ്പോ പെട്ടെന്ന് പൊട്ടി എടുക്കാൻ പാടുപെടുന്നു കേട്ടോ. അതുപോലെ സ്വർണ്ണമുത്ത് ഇടയ്ക്കിടാൻ എന്തായിരുന്നു? സ്വർണ്ണമാണ്. ഞാൻ ഇത് വ്യൂ ചെയ്ത് ഈ ഒരു വൈബ് ഇത് ഇങ്ങനത്തെ ഒരു സാധനം ഇടയ്ക്ക് ഊരിയടി. കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇട്ട് കൊടുത്ത ഒറ്റ സെക്കൻഡ് ഊരി എടുത്തു. നിന്നെ കൊണ്ട് പറ്റത്തില്ലപ്പാ തന്നെ ഇടാൻ. അവന്റെ കൈ അമ്മിനെ അടുത്തുണ്ടാക്കാം പാ. അത് വാങ്ങിച്ച കരയോ? അതുകൊണ്ട് ഇരിക്കട്ടെ, പൊട്ടിക്കാൻ നമ്മൾ നോക്കിക്കൂടാമോ? അപ്പോൾ നെക്സ്റ്റ് ബ്രേസ്ലെറ്റ് ഞാൻ ഒരു മെന്നിന്റെ ആണ് ഉണ്ടാക്കുന്നത്. സോ ഞാൻ നാടെ മുത്ത് ഈ ഒരു ടൈപ്പ് ഓഫ് മുത്താണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു മുത്ത എടുത്തേക്കുന്നത്. പക്ഷെ അടിയിൽ നമ്മളൊരു കിങ്ങിന്റെ ചുട്ടിയെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കിങ്ങിന്റെ ചുട്ടിയെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്റേത് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കി, ഞാൻ സെക്കൻഡ് ഉണ്ടാക്കാം. എന്റെ അമ്പൂട്ടൻ കൈക്കലാക്കി വെച്ചേക്ക്. പൊട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു കാണാം. നമ്മൾ ടൈറ്റ് ആക്കി ഉണ്ടാക്കിയിരിക്കുന്നത് മിക്കവാറും പൊട്ടിക്കും ഉറപ്പായിട്ടും. പ്രോ ആയ കേട്ടോ. ഈ സാധനം ഇപ്പൊ അനങ്ങത്തില്ല. ഇതിനകത്ത് കെട്ട് ഭയങ്കര മുഖ്യമാണ്. അതെ അതെ. അതുപോലെ നമ്മൾ ഈ മുത്ത് കോർത്തിട്ട് ഇതിനിടയ്ക്ക് കെട്ട് കാണാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യണം. ഇതിനകത്ത് തന്നെ എന്റെ കെട്ട് കാണത്തില്ല. അല്ല ഇത് കണ്ടോ, ഈ മുത്ത് നീങ്ങത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങത്തില്ല. അപ്പൊ ഇവിടെ കെട്ടി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നടുക്ക് സെന്ററിൽ ഈ പോഷൻ. ഇത് മാലയാണോ? മാല ബ്രേസ്ലെറ്റ്. അപ്പം എന്റെ അടുത്തൊരു മെന്നിന്റെ ഒരു പരിപാടിയാണ്. പക്ഷെ മെന്നിന്റെ വരുമ്പോൾ ഇവിടെ ഒരു ലേഡീസ് ടച്ച് വന്നു എന്നൊരു സംശയം. എന്നാലിത് മെൻസിന്റെ ഒരു മുത്താണല്ലോ ഇങ്ങനത്തെ ടൈപ്പ്. സോ അതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ ഗൈസ്. ചലഞ്ച് തുടങ്ങിയപ്പോൾ മൃദുലയ്ക്ക് വലിയ ആവേശമൊന്നും ഇല്ലായിരുന്നു. ഉണ്ടാക്കിയപ്പോൾ പിന്നെ ഭയങ്കര ഇത് ഗൈസ്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ എൻ്റെ ബ്രേസ്ലെറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. മൃദുലക്കാട്ടി സ്പീഡാട്ടോ, അന്നത്തെ പോലെ തന്നെ. ഇതാണ് രണ്ടാമത്തത്. സോ ഇതാണ് ഒന്നാമത്തത്. ലുക്ക് അറ്റ് ദാറ്റ്. ഇത് നമ്മൾ ചെറിയ ലോക്കറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ലോക്കറ്റ് കുറവാട്ടോ. മെൻസ് ഇത് ലേഡീസ് ടൈപ്പ് ആണല്ലോ. മെൻസിന്റെ ടൈപ്പ് അങ്ങനത്തെ ഒന്നുമില്ല. സോ നമ്മൾ 2 എണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ മൂന്നാമത്തെ പണിപ്പുരയിലോട്ട് പോട്ടെ. ഇവിടെ എന്തുവായി? എനിക്ക് ഞാൻ ഓരോന്ന് കോർക്കും, പിന്നെ അത് ഊരിയെടുക്കും. ഓരോന്ന് കോർക്കും ഊരിയെടുക്കും. ഐഡിയ ഇങ്ങനെ പല ടൈപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത്? ഞാനൊരു യെല്ലോ ആൻഡ് ബ്ലൂ ആൻഡ് സിൽവർ കളർ ആണ്ടേ. ഈ ഒരു ഇതിലാണ് കോംബോ സെറ്റ്. അതിന്റെ കൂടെ എങ്ങനെ കോംബോ കൊണ്ടുവരുമെന്നാണ് ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുന്നത്. മൃദുലയുടെ രണ്ടാമത്തെ ബ്രേസ്ലെറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് കാണിച്ചേ. ഇതും ഒരു ബ്ലൂ അതിൻ്റെ കൂടെ ക്രിസ്റ്റലിന്റെ ഒരു മുത്തൊക്കെ ആയിട്ട് നല്ല അടിപൊളി കളർഫുൾ ആയിട്ട്. ഇതും ഈ ഡ്രസ്സിന്റെ കൂടെ മാച്ച് ആവും കേട്ടോടി. ഇപ്പൊ 2 എണ്ണം ആയോ? 2 എണ്ണമായി. പൊട്ടുവോ? ഇല്ല ഇല്ല. പക്ഷെ ഇങ്ങനെ ടൈറ്റ് വരണോ? ഇല്ല, എന്നാലും രസമുള്ളൂ. ടൈറ്റ് വന്നതിന് കിടന്നാലേ രസമുള്ളൂ. ഇടയ്ക്ക് മറ്റേ ലവിന്റെ ലവ് അല്ല, ഇടയ്ക്ക് നീല ലവ്, എന്നിട്ട് ഈ മുത്ത് ഉണ്ടാവും. മുത്ത്. സോ എന്റെ ഒരു അടിപൊളി ഐറ്റം ഉണ്ട്, കാണിക്കട്ടെ? പിടിക്കൂ. ഞാൻ ഇട്ട് കാണിക്കണോ? ഇനി എന്റെ കാണിക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് മാലയുടെ ചുട്ടിയാണോ എന്നൊരു ഡൗട്ട്. നമ്മൾ 2 ഐറ്റം വാങ്ങണമായിരുന്നു കേട്ടോ. നമ്മളിത് ഒരെണ്ണേ വാങ്ങിച്ചോളൂ. 2 ആയിരുന്നെങ്കിൽ നമുക്ക് ഈ മുത്തുമ്പോ തീർന്ന്. അമ്പൂട്ട് അവിടെ അലമ്പാട്ടോ. ഇത് കുറച്ചിങ്ങനെ ലൂസ് ആയിട്ട് കിടക്കുന്ന ടൈപ്പാ. ഓ അടിപൊളിയല്ലേ, നൈസ് അല്ലേ? ഇഷ്ടപ്പെട്ടോ? ഹലോ, ഇത് ഊരി വെക്കണം കേട്ടോ, താങ്കൾക്കല്ല കേട്ടോ. മൊത്തത്തിൽ നീലമയം. ഞാൻ അടുത്തൊരു വെറൈറ്റി പിടിക്കുവാണ്. ഞാൻ ഈ ഒരു സാധനം വെച്ചിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. ഞാൻ ഈ സാധനം നല്ല രസം കേട്ടോ. ഇത് റബ്ബറിന്റെ ഒരു സാധനമാണ്. ഇനി അടുത്ത് നമുക്ക് ഇത് വെച്ചിട്ട് എന്റെ കയ്യിൽ തട്ടി പോകുന്നതായിരിക്കും മിക്കവാറും. ലാസ്റ്റ് എന്തായാലും ക്ലിയർ ചെയ്യാം. ഇതിപ്പോ ടേബിൾ, ഇത് ചെറിയ സാധനം കേട്ടോ. ഇത് അമ്പൂട്ടെടുത്ത് വായി വെക്കും. അതുകൊണ്ട് നമുക്ക് നോക്കി വേണം ഇത് ചെയ്യാൻ. ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ അമ്പൂട്ടൻ്റെ സോങ് കേൾക്കും. സോ ഇത് ഭയങ്കര പാടാട്ടോ. ഞാൻ നാണ്ടെ ലൈക്ക് ഈ ഒരു ചെറിയൊരു പെല്ലറ്റ് ഉണ്ട്, അതിൻ്റെ ഒരു ഷേപ്പിലുള്ള സാധനം. അതാണ്ട് ഈ ഒരു സാധനം. ഇതിനകത്ത് തന്നെ ഒരു 5 എണ്ണം ഉണ്ട്. നോക്കി, ഇതിങ്ങനെ കൊരുത്ത് അതിനിടയ്ക്ക് നമ്മൾ ലെറ്റർ ഇട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കണ്ടോ, ഈ ഒരു
തീമിൽ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം സത്യം പറഞ്ഞാലേ നമ്മളൊരു റെഫറൻസ് നോക്കിയെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടും. അത് നോക്കി കോപ്പി അടിക്കാം. പക്ഷെ നമ്മള് റെഫറൻസ് ഒന്നും നോക്കിയിട്ടില്ല, നമ്മളേതായിട്ടുള്ള ഒരു ഐഡിയയില് നമ്മൾ അങ്ങ് ചെയ്യുവാണ്. അതുകൊണ്ടാണ് നിന്റെ എന്താ അപ്ഡേറ്റ് കാണിക്കും? എത്ര വട്ടം ഓരോ മുത്തിടുമെന്നറിയോ? എന്നിട്ട് അടുത്തോട്ട് കാണിച്ചാലേ ഇറക്കണത്തുള്ളൂ. എത്ര വട്ടം ഓരോ മുത്തിടും, പിന്നെ ഊരിക്കളെ. ഇത് കൊള്ളാമെന്ന് എനിക്ക് അറിയാം. ഞാൻ നടുക്ക് പീ വെച്ച് ഏട്ടന്റെ പീ വെച്ചിട്ട് ഒരെണ്ണം ചെയ്യാനായിട്ടാ. അപ്പൊ എന്തായാലും നടു കഴിക്കുന്നു. അത് കൊള്ളാടാ, ഇത് സിമ്പിളല്ല. പക്ഷെ എമ്മ നടുക്ക് വരണ്ടായിരുന്നോ? ആ കെട്ടുമ്പോ നടുക്ക് നടക്കും, ഒരു റൗണ്ടിലല്ലേ വരുന്നത്. പക്ഷെ അത് കുറച്ചുകൂടെ വലുത് വേണം, കുറച്ചുകൂടെ വേണം എനിക്ക്. കൊള്ളാം. പക്ഷെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മളപ്പോ 3 എണ്ണം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റിലത്തെ പക്ഷേ മാലയ്ക്കുള്ള തികയൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. മാലയ്ക്ക് തികയത്തില്ല. ഐറ്റം തീർന്നു. 5 ബ്രേസ്ലെറ്റ് ഉണ്ടാക്കും. ഐറ്റം തീർന്നു. അതെ, മാലയൊക്കെ നമുക്ക് ഇനി ഒരു റൗണ്ടിൽ ഉണ്ടാക്കാം. ഞാനിത് കോർക്കുന്ന കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോ ഞാൻ ഓരോ ഷെയ്ഡിലാണ് എടുക്കുന്നത്. അതായത് നമ്മളെ കളർ ഉണ്ടല്ലോ, ഇപ്പം ബ്ലൂ ഇട്ടാ പിന്നെ പിങ്ക്, പിന്നെ അടുത്ത റൗണ്ടിൽ വരുമ്പോഴും അതേ ഒരു കളർ റിപ്പീറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ കളർ അടുത്തതിൻ്റെ യെല്ലോ ആണ്. യെല്ലോന് 2 യെല്ലോ ഉണ്ട്. ഇതിൽ കൂടെ കോർക്ക എന്ന് പറയുന്നത് ചെറിയൊരു സാധനമാണ്. നോക്കണം, കണ്ടോ? ഇനി ഇങ്ങനെ കിട്ടും. ഇതേ കണക്ക് നമ്മൾ ഓരോന്ന് കോർക്കാന്ന് പറയുന്നുണ്ടല്ലോ ഗായ്സ്. ഇച്ചിരി ടാസ്ക് ആട്ടോ. ഓക്കെ, ഇനി ബാക്കി കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. വർക്ക് ചെയ്യുമ്പം ഇത് നല്ല ടൈം എടുക്കും കേട്ടോ. നമ്മളിപ്പോ തുടങ്ങിയിട്ട് ഒരു 1.5 മണിക്കൂറായില്ലേ? പിന്നെ 1.5 മണിക്കൂർ മേലെ ആയെങ്കിലേ ഉള്ളൂ. സോ വിശക്കുന്ന ഫുഡ് നമ്മള് മോമോസ് ഓർഡർ ചെയ്ത കേട്ടോ. അപ്പൊ ഇത് കഴിച്ചോണ്ടാവാം ഇനി നമുക്ക് അങ്ങോട്ട്. ഫുഡ് കഴിച്ചതാണ്. വാവ് മോമോ. അപ്പൊ കൂടി മൃദുലേ, ദിസ് ഈസ് ഫോർ യു. നമ്മള് കറക്റ്റ് ലെറ്റർ വെച്ച് MRUDULA. എന്നിട്ട് നമ്മൾ ഈ ഭാഗത്ത് ഫുള്ള് നമ്മൾ ഓരോ കളർഫുൾ ലവ് ചിഹ്നം വെച്ചിട്ട് കഴിക്കത്തിട്ടേന്ന്. ഇതൊന്നും സ്വപ്നത്തിൽ പോലെ വിചാരിച്ചില്ല നീ എനിക്ക് ഇതുപോലൊരു സാധനം ഉണ്ടാക്കി തരുന്നത് കയ്യിലിടാൻ. ഇത് ഞാൻ ഇട്ടേക്കൂടെ എപ്പോഴും. അടിപൊളി അല്ലേ? സെറ്റ് ഇഷ്ടപ്പെട്ടു എനിക്ക്. ഞാൻ ഏട്ടന് തന്റെ 3ാമത് പി എന്നുള്ളത്. പക്ഷെ ഗേൾസിന്റെ കളറാണ്. ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇതിപ്പോ മൃദുല ഉണ്ടാക്കിയതാട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയത്. കളർഫുൾ ഐറ്റംസ് ഇഷ്ടംപോലായി. ഇത് നിങ്ങൾ കാണുമ്പോ എത്രത്തോളം ഇത് ഭയങ്കര സാറ്റിസ്ഫൈങ് കേട്ടോ. ഓരോ സാധനം ഇങ്ങനെ ഉണ്ടാക്കി ആണല്ലോ എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. സോ എന്റെ ഐറ്റം ഞാൻ എടുക്കും. ഇപ്പൊ ഞാനിപ്പോ മൊത്തം 4 എണ്ണം, ഒന്ന് അമ്പൂട്ടന് മൊത്തം 4 എണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മാല ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഗൈസ് നടക്കത്തില്ല, മാലക്കുള്ള എക്യുപ്മെന്റ്സ് ഇല്ല. സോ ഇതിന്റെ ഒരു ബോക്സ് കൂടി നമുക്ക് വാങ്ങേണ്ടതായിരുന്നു അല്ലേ? ഇനിയിപ്പോ നമുക്ക് ഇതും കൂടി ഉണ്ടാക്കിയിട്ട് ഫൈനൽ ഡിസിഷനിലോട്ട് പോവാം. എന്തെങ്കിലും ഒരു യൂണിക് സാധനം കൂടെ ഉണ്ടാക്കും. യൂണിക് സാധനം കൂടെ ഉണ്ടാക്കണം. ഓക്കെ, ഇവിടെ തകർത്തോണ്ടിരിക്കുകയാണ്. അഹങ്കാരം പോയിക്കോണേ. സിംഗിള് കോർത്തിട്ട് പറ്റാഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഡബിൾ ട്രൈ ചെയ്യാം. നോക്കട്ടെ എന്തോ സംഭവം, എന്തോ ഒരു വെറൈറ്റി പിടിക്കാൻ നോക്കുവാണല്ലോ താങ്കൾ. എന്താണ് ആ വെറൈറ്റി? അതൊക്കെ ഉണ്ട്, ചെയ്ത് വരുമ്പോ സെറ്റ് ആവുന്ന ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരു വലിയൊരു കളർഫുള്ള് പിടിക്കാൻ നോക്കിയതാ, പക്ഷെ ഇതൊരു മാതിരി ചാത്ത കളർ പോലെ. പക്ഷെ എന്റെ അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കണ്ട ഈ ഒരു ഐറ്റം. ഇതൊരു രക്ഷയില്ലാത്ത ലുക്ക് ഉണ്ട് ഈ ഒരു സാധനം. അതുകൊണ്ട് ഞാനത് എടുത്തിരിക്കുന്നു. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ മൃദുലയുടെ പേര് വെച്ച് ചെയ്തതും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. അമ്പൂട്ടൻ എനിക്ക് ഇഷ്ടപ്പെട്ടായിട്ടും ചെയ്തത്. അപ്പൊ ഇത് ഞാൻ ഇനി എന്താക്കും എന്ന് എനിക്ക് അറിയത്തില്ല. എന്തെങ്കിലും നമുക്ക് ആക്കി എടുക്കണോ? കാരണം എന്താണെന്നറിയോ, ഇതിന്റെ അവൈലബിലിറ്റി കുറയുന്നു. മുത്ത് നമുക്ക് വിചാരിക്കുന്നത് കിട്ടുന്നില്ല. അപ്പൊ ഉള്ളത് വെച്ച് ചെയ്യേണ്ടി വരുന്നു. എന്തെങ്കിലും മനസ്സിലാവുന്നില്ല. ഞാനിപ്പോ ഇവിടെ വെച്ച് ഒരു കെട്ടം കെട്ടുവോ, എന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കാം. നമ്മളിത് ചെയ്തത് എങ്ങനാന്നേ പഠിച്ചു നിന്നിരുന്നെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തേനെ. പക്ഷെ നമ്മൾ നോക്കിയിട്ടേ എങ്ങനാ എന്തുവാ ഈ കെട്ടൊക്കെ അങ്ങ് ചുമ്മാ അങ്ങ് കെട്ടിട്ടേ സത്യം പറഞ്ഞ ഈ ഏട്ട എല്ലാം മുത്തും തറയക്കളെ പന്ന ചെറുക്കനെയാ. എടാ അത് മുത്ത് നീ തന്നെ തൂത്തെടുക്കും നോക്കിയോ. തറയക്കളയെന്നല്ല, ഈ ഇവിടെ ഈ കയ്യിൽ ഒട്ടുന്നതാ സംഭവം.
എടാ അവ എടുത്ത് വായിലിട്ടാലോടാ. ഇത് ഏതൊക്കെ കളറായി ഇപ്പം പ്രാന്ത് എടുക്കുന്നില്ലേ. ഇതിലൊരു വെറൈറ്റി ചെയ്തു കേട്ടോ. ഇത് സെറ്റ് കേട്ടോ. അവിടെ ഇവിടെ ഇങ്ങനെ ആക്കിയിട്ടില്ലേ. ഇല്ല കറക്റ്റ് പറഞ്ഞ നമ്മളെ തലയിൽ പിന്നി കിട്ടുന്ന പോലെ അല്ലേ. ഈ മുത്തുണ്ടല്ലോ, ഈ മുത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇടയ്ക്കിടയ്ക്ക് വെക്കാൻ വേറൊരു വെറൈറ്റി ആയിരുന്നു. ഇത് കൊള്ളാം, പക്ഷെ ഇത് കൊള്ളാം കേട്ടോ. അതുമല്ല ഇതിനിടയ്ക്ക് അവിടെ ഇവിടെ ഇത് കൊടുത്തില്ലേ. ഞാൻ ഇത് ഏട്ടന് വേണ്ടി ഉണ്ടാക്കുക. ആ സെറ്റ് സാധനം കേട്ടോ. ഇത് കൊള്ളാം കേട്ടോ. കറക്റ്റ് അവിടെ മുടി പിന്നുന്നവരുണ്ട്, പക്ഷെ നല്ല സമയം എടുക്കൂലേ. ഇച്ചിരി ടൈം എടുക്കും. ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, പിന്നെ ഞാനങ്ങ് സെറ്റ് ചെയ്തു. ഈ മുത്ത് ഉണ്ടായിരുന്ന പൊളിയായിരുന്നു, ഈ നടുക്ക് കിടക്കുന്ന ഈ മുത്ത്, പക്ഷെ അത് തീർന്നു. അയ്യോ സാധനം തീർന്നു കേട്ടതാണ്ട്. ഇതിലേക്ക് തീർന്നു ഗൈസ്. നമ്മുടെ 1 2 എടി നഷ്ടം കേട്ടോ. 300 രൂപയ്ക്ക് അങ്ങനെയാണെങ്കിൽ നോക്കുന്നില്ലേ. ഞാൻ വിചാരിച്ചു ഒരുപാട് മുത്തുണ്ട് ഇതൊക്കെ ഉണ്ടെന്ന്. പക്ഷെ നമ്മള് വേണ്ട സാധനങ്ങൾ പെട്ടെന്ന് തീരും ഇതിനകത്ത്. 2 എണ്ണം കെട്ടുമ്പോഴേ തീരും. നോക്ക് നമ്മളിപ്പോ 1 2 3 4 5 6 7 എണ്ണം കെട്ടിയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇതിന്റെ പല ശല്യം കാലിയായി. നല്ലതൊക്കെ തീർന്നു. പിന്നെ ഈ കളറൊന്നും ഒരു രസമില്ല ഗൈസ് കെട്ടിയല്ലേ. ഇതൊക്കെ ഒരു രസമില്ല കെട്ടിയ. ഈ കളറൊന്നും അത്ര ശോഭിക്കൂല കെട്ടിയ. ഒരു നരച്ച കളറ്. ബ്ലൂവും വൈറ്റ് ഒക്കെ തോനെ വേണ്ടത്. അതൊക്കെ തീർന്നു. അമ്പൂട്ടി താണ്ട് ഇവിടെ വണ്ടി ഓട്ടിക്കോ കേട്ടോ. നിങ്ങൾ വണ്ടി ഓട്ടിക്കോടെ. ഇപ്പഴിതൊക്കെ കളിക്കാറായത് കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മുടെ സാധനങ്ങൾ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. സോ അമ്മ ഇതിലേറ്റവും ഇഷ്ടപ്പെട്ട ഒരെണ്ണം അമ്പൂട്ടന്റെ ഇരിക്കുന്നത്. അയ്യോ അമ്പൂട്ടന്റെ ഒരെണ്ണം ഇരിക്കുന്നു. അതവിടെ ഇരിക്കട്ടെ. ഏട്ട 5 എണ്ണം, ഞാൻ 4. ഒരു മിനിറ്റ്. അപ്പം ഇതിലേറ്റവും ഇഷ്ടപ്പെട്ട ഒരെണ്ണം സെലക്ട് ചെയ്യും. ഒരെണ്ണം ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട? ഫസ്റ്റ് ഇത്, സെക്കൻഡ് ഇത് കൊള്ളാം. തേർഡ് ഇത്. അപ്പൊ ഗൈസ് അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാറ്റിവിടെ സെലക്ട് ചെയ്തത് മാറട്ടെ. എന്തൊരു ഗൈസ്. അപ്പം അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. അതുമല്ല ഞാൻ ഇതിനിടയ്ക്ക് ഗോൾഡിന്റെ ലവ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് അല്ലേ. നീറ്റ് ആണ് കാണാൻ. നീറ്റ് ആണ്. വൈറ്റ് ബ്ലൂ പിന്നെ അതിന്റെ ഇടയിൽ കൂടെ ഗോൾഡ് പിന്നെ ചുട്ടി. അമ്പൂട്ടനെ കൊണ്ടുകൂടെ സെലക്ട് ചെയ്യിപ്പിക്കുക. ഇത് അടിപൊളിയായിരുന്നു. അതാണ് ഫസ്റ്റ് പ്രൈസ്. ഇതാണ് ഫസ്റ്റ് പ്രൈസ്. അപ്പൊ അമ്മ സെലക്ട് ചെയ്ത സെക്കൻഡ് പ്രൈസ് ഇതായിരുന്നു. പക്ഷെ ഇത് ഭയങ്കര വർത്താണ്. ഇത് ഭയങ്കര ടൈം എടുത്ത് ചെയ്തതാണ്. ഞാൻ ഏട്ടന് വേണ്ടി ഉണ്ടാക്കി, പക്ഷെ ഇച്ചിരി ടൈറ്റ് ആയി. നീ അന്ന് ഇട്ട് കാണിക്ക്. ഇതിനകത്ത് മുതൽ കൊളുത്ത് നമ്മൾ ചെയ്തതില് കൊളുത്ത് സെറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് ടൈം എടുത്തോണ്ട് എനിക്ക് ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റിയില്ല. അതെ. അപ്പം ഞാൻ പിടിച്ചു തരാം ഗായ്സ്. അപ്പോൾ സെക്കൻഡ് പ്രൈസ് അമ്മ സെലക്ട് ചെയ്തിരിക്കുന്ന ഇതാണ്. ഇത് കറക്റ്റ് മുടി പിന്നുന്ന പോലത്തെ ഒരു ഡിസൈനായിട്ട് എനിക്ക് തോന്നിയത്. ഇനി എന്തെങ്കിലും യുണീക് ഡിസൈനായിട്ട് പറയാനുണ്ടോ? മനസ്സിൽ എന്തെങ്കിലും ആലോചിച്ചാണോ ഉണ്ടാക്കിയത്? കറക്റ്റ് 2 1 2 ഈ ഞാൻ 2 സെലക്ട് ചെയ്തേക്കുന്നത് കറക്റ്റ് പെയർ ആയിട്ടാ. ഇത് വേറെ, പക്ഷെ ഈ കറക്റ്റ് 2 ഞാൻ പെയർ ആയിട്ടാ സെലക്ട് ചെയ്തേക്കുന്നത്. ഏതാണ്ട് ഒരു അരമണിക്കൂറിന് മേലെ എടുത്ത്. ഇത് ഉണ്ടാക്കിയോണ്ട് എനിക്ക് 5ാമത്തെ ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റില്ല. അതിന്റെ ഞാൻ കൊളുത്ത് ഇതിനോട് കൊളുത്ത് ഗൈസ് കൊളുത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. അടിപൊളി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. സെലക്ട് ചെയ്തിരിക്കുന്ന കേട്ടോ. പിന്നെ ഗൈസ് നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടെന്ന്. തേർഡ് പ്രൈസ് ഇതാ. ഇത് ഏട്ടൻ ഉണ്ടാക്കിയതാണ്. എന്റെ കെട്ടൊക്കെ കാണുന്നത്. ഇതിന് ചുട്ടി വന്നിട്ട് ഇത് ലേഡീസിന്റെ ആണോ ബോയ്സിന്റെ ആണോ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാട്ടോ. ഇതിന് ഇത്രയും മുത്തെടുത്തോണ്ടാ എനിക്ക് മുത്ത് തേക്കാഞ്ഞ്. ഇത് അമ്മ വേണമെങ്കിൽ ഫസ്റ്റ് പ്രൈസ് തരായിരുന്നു. അത് ഒന്നുമില്ല, ചുമ്മാ കോർത്ത് ഒരു മടി പിടിച്ച സാധനം. ലാസ്റ്റ് വന്നപ്പോ എനിക്ക് പ്രാന്തെടുത്ത് ഞാൻ എങ്ങനെയും തീർക്കാൻ വേണ്ടി. പക്ഷെ അതും കൊള്ളാം. കളറുണ്ട്. ഇയാളങ്ങ് അങ്ങനെ പറയാതെ നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനോട് മാച്ച് ആവുന്നുണ്ട്. ചുമ്മാ മടി പിടിച്ചുണ്ടാക്കിയത്, ഒട്ടും എഫേർട്ട് ഇട്ടില്ല. ഇതൊക്കെ 2 എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊരു എഫേർട്ട് ഇട്ട്. പക്ഷെ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. ഇതൊന്നും പറഞ്ഞില്ല. അത് ഞാൻ ഉണ്ടാക്കിയതാ. അത് താടാമ്പൂ പ്ലീസ്. അത് ഞാൻ ഉണ്ടാക്കിയതാ ഏട്ടാ. ഇത് 4th പ്രൈസ്. തരുന്നില്ല. ഏതാ? ഇത് മൃദുല കുറച്ച് എഫേർട്ട് ഉണ്ടാക്കിയതല്ലേ. ഇതും കൊള്ളാല്ലേ. നൈസ് ആയിട്ടുണ്ട്. കൊള്ളായിരുന്നു. ഞാൻ ഉണ്ടാക്കി ഇതൊന്നും പറഞ്ഞില്ല. ഇത് ഞാൻ എടുത്തു ഗൈസ്. ഇതങ്ങ് എടുത്തു. പിന്നെ ഇത് വലിഞ്ഞാല് പൊട്ടുന്നില്ല. ഇത് കണ്ടോ?
അടിപൊളി. അപ്പൊ ഗൈസ് ഇതിനകത്ത് അമ്മ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ, ഇതാണ് ഫസ്റ്റ് എന്നുള്ള തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. ഞാൻ ഓരോ കയ്യിലിട്ട് കാണിച്ചു തരാം. ഓക്കെ. ഇത് നോക്കി എല്ലായിടത്തും കീഴത്ത് വെച്ചേക്കോട്ടോ. വലിച്ചു പൊട്ടിക്കുന്നില്ല, പക്ഷെ കളിക്കുവാ കുഞ്ഞ്. ഡേയ് താടാ താ താ അമ്മൂട്ടന്റെ കുഞ്ഞ് കുഞ്ഞോവാ. അമ്പൂട്ടൻ ഇട്ടേരാ. അമ്പൂട്ടൻ ഇടട്ടെ അമ്മ. കങ്കൂസ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട് തങ്കസ്. അമ്പൂട്ടന്റെ ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെ? അമ്പൂന്ന് എഴുതിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഗൈസ് അമ്മയ്ക്ക് ഇതിനകത്ത് അമ്മയ്ക്ക് ചേരുന്നത് ഇതാന്ന് തോന്നുന്നു. അപ്പൊ അമ്മ ഇത് എടുക്കും കേട്ടോ. യെസ്, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. അടിപൊളി. ഇത് മറ്റേ ഒരു എന്താ പറയുന്ന രുദ്രാക്ഷ ആ ഒരു ടൈപ്പ്. അടിപൊളി കേട്ടോ. സെറ്റ് ഗൈസ്, അത് കൊള്ളാം കേട്ടോ. സോ ഇങ്ങനത്തുള്ള വർക്കിന് വേണ്ടിയിട്ട് ചെറിയ ഇത് മോതിരം ഉണ്ടാക്കാം കേട്ടോ. സോ ഇതിനകത്തെ വർക്കിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്താൽ മതി പ്രവീൺ ട്രിവാൻഡ്രം ആൻഡ് മൃദുല ട്രിവാൻഡ്രം ഗൈസ്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളിപ്പോ കാണിച്ചതില്ല ക്ലിപ്പില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ താഴെ കറക്റ്റ് പോയിന്റ് വെച്ച് കമന്റ് ചെയ്യുക. സോ അമ്മ പറഞ്ഞ ഞാൻ തന്നെയാണോ വിന്നർ? ബ്ലൂവും വൈറ്റും കോമ്പിനേഷൻ ആണ് വിൻ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. സോ ഈ ഒരു അടിപൊളി ഒരു ചലഞ്ചാണ്. ഭയങ്കര ക്ഷമ വേണം. നമ്മൾ ഇത്രയും ടൈം എടുത്ത് ഈ അടുത്ത സമയത്തൊന്നും ഒറ്റ ഇരിപ്പിലിരുന്ന് ചലഞ്ച് ചെയ്തില്ല. അന്ന് ക്ലേ പോലും നമ്മൾ പെട്ടെന്ന് ചെയ്തു. ഇത് ഒരുപാട് സമയം എടുത്തു. നിങ്ങൾ വീഡിയോ ചിലപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആയിരിക്കും, പക്ഷേ ഇതിന് പിന്നിൽ നമ്മൾ ഏതാണ്ട് 7 മണിക്ക് 8 മണിക്ക് ഇരുന്ന് നമ്മളിപ്പം 12 മണിയായി. ആരുടെയും കോപ്പി അല്ല, ഇത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്. കാരണം ഒരു മുത്ത് കഴിഞ്ഞ് അടുത്തത് എന്ത് വരണം എന്നുള്ള നമ്മുടെ മാത്രം, നമ്മൾ എവിടെയും നോക്കിയില്ല. ക്ലേ അതുപോലെ അല്ലായിരുന്നു. ക്ലേ ഉണ്ടാക്കി വെച്ച് അതുപോലെ കോപ്പി അടിക്കില്ലായിരുന്നു. അതൊക്കെ പെട്ടെന്ന് ചെയ്തു. ഈ മുത്ത് കഴിഞ്ഞാൽ അത് വന്നാൽ കൊള്ളാമോ, ഞാൻ 100 എണ്ണം ഇടും, 100 എണ്ണം അഴിച്ചു മാറ്റും. പക്ഷെ അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ സോ ഗൈസ് ഇതുപോലുള്ള വെറൈറ്റി ആയിട്ട് നമുക്ക് ഇനി നമുക്ക് ടൈം ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ അത് കുറച്ചുകൂടി ചലഞ്ചിങ് ആയിരിക്കും. കുറച്ചുകൂടെ കൊളുത്ത് വേണം. ഞാൻ കമ്മൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചു, കമ്മലിന്റെ ആ കൊളുത്തില്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ടാഗ് ചെയ്തേക്കാം. സോ ഫ്ലിപ്കാർട്ടിൽ ഉണ്ടെന്ന് തോന്നുന്നു. 300-350 രൂപയേ ഉള്ളൂ. നിങ്ങൾക്ക് പിള്ളേർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കളിക്കാൻ അവരെ നല്ല രസമായിരിക്കും അല്ലേ? ടൈം പോകും പിള്ളേർക്ക്, അത്ര വലിയവർക്കും ടൈം പോകുന്ന അറിയത്തില്ല. സോ നമുക്ക് ഇഷ്ടപ്പെട്ട് കസ്റ്റം ചെയ്ത് നമ്മളെ ഇഷ്ടപ്പെട്ടവർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഇല്ലേ നമ്മള് ഇട്ട് ചെയ്തല്ല ഈ മൃദുല ഇത് ഞാൻ ഇട്ടേക്കും. ഇത് എനിക്കൊരു സ്പെഷ്യലാ. കാരണം നമ്മളെ കൈ വെച്ച് ഉണ്ടാക്കി കൊടുക്കുമ്പോ അത് ഭയങ്കര സ്പെഷ്യൽ അല്ലേ? ഇതിപ്പോ നമുക്ക് ഒരു സന്തോഷം, നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അവള് കൈ ഇട്ട് കൊടുക്കുന്നത് ഒരു സന്തോഷം. കൈസിനകത്ത് ഒരെണ്ണം നമുക്ക് തമ്പുരുവിന് ഒരെണ്ണം കൊടുക്കണം, ആന്മിക്ക് ഒരെണ്ണം. ഇത് മീനു ചേച്ചിക്ക് കൊടുക്കാം. ഇത് ഒരെണ്ണം മീനു ചേച്ചിക്ക് കൊടുക്കാം. അത്രയുള്ള ഗൈസ്. അപ്പൊ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലുള്ള ബ്രിട്ടി കാണുന്നവരെ ഒരു മാല 10 മാലയല്ല ബ്രേസ്ലെറ്റ്. ബ്രേസ്ലെറ്റ് 10 രൂപ തരത്തില്ല കേട്ടോ. ഇച്ചിരി എഫർട്ട് എടുത്തത്. അപ്പം ഒരെണ്ണം നമ്മളൊരു 80 രൂപയ്ക്ക് വിൽക്കത്തുള്ളൂ കേട്ടോ. 80. അതെ അതെ വിൽക്കുന്നുണ്ടോ? അമ്പൂട്ടായിട്ട് വിൽക്കുന്നുണ്ടോ? അമ്മയ്ക്ക് വേണം, വാങ്ങിച്ചോ? അയ്യോ ഒരെണ്ണം താ. ആർക്കും തരത്തില്ല. കടൂല കൊണ്ടുപോയി. കടൂല. അയ്യോ ടിങ് അജയ്